Okay, non-relativistic limit or the Dirac particle in an external magnetic field. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെരിഫൈ ചെയ്തതാണ് എന്താണ് ഫ്രീ പാർട്ടിക്കിൾ ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡിറാക് ഫ്രീ പാർട്ടിക്കിൾ നമ്മൾ വെരിഫൈ ചെയ്തു. എന്താ നമുക്ക് കിട്ടിയത്? ഒരു സ്പിൻ രണ്ട് ഹാഫ് സ്റ്റേറ്റ് അല്ലേ, സ്പിൻ ഹാഫ് സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്തു? ഒരു 2 കമ്പോണൻ്റ് ആയിട്ടുള്ള മെട്രിക്സ് അല്ലെങ്കിൽ ഒരു 2 കമ്പോണൻറ്റ് ഡിസ്ക്രിപ്ഷനാണ് നമുക്ക് കിട്ടിയത്. സോ ആ നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് 4 കമ്പോണൻറ്റ് പകരം 2 കമ്പോണൻറ്റ് ഡിസ്ക്രിപ്ഷൻ സഫീഷ്യൻ്റ് ആണ് നമ്മൾ കണ്ടു. ആ കേസിൽ ഫ്രീ പാർട്ടിക്കിളായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? പാർട്ടിക്കിൾ ഇൻ ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് പാർട്ടിക്കിൾ എന്തല്ല, നമ്മൾ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ ഫ്രീ അല്ല. നോൺ റിലേറ്റിവിസ്റ്റിക് കേസ് എന്ന് പറഞ്ഞാൽ അതായത് വി ലെസ് ദാൻ സി ആവുന്ന കേസ്. നോൺ റിലേറ്റിവിസ്റ്റിക് കേസിൽ നമുക്കിനി ഒരു മാഗ്നറ്റിക് ഫീൽഡിലുള്ള ഒരു പാർട്ടിക്കിളിൻ്റെ കേസ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, so the Dirac equation has non-relativistic limit, that is the particle is not free. So what happens? മാഗ്നറ്റിക് ഫീൽഡിലാണ്, അപ്പോൾ അതിനൊരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം പിന്ന് വേറൊരു മൊമെൻ്റ് ആയിട്ട് മാറും. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്ന എനർജി എന്തായിട്ട് മാറും? എനർജിയും കുറയണം, കാരണം മാഗ്നറ്റിക് ഫീൽഡിലല്ലേ ഇരിക്കുന്നത് ആ പാർട്ടിക്കിൾ. അപ്പോൾ ഇതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം ഈ ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്. So, consider a Dirac particle in an external magnetic field. Okay, so described by the vector potential vector A and scalar potential phi. So, E എന്ന് പറഞ്ഞാൽ it denote the electric charge of the Dirac particle. Okay, so the external magnetic field എന്ത് ചെയ്യും? മൊമെൻറ്റത്തിനൊരു മാറ്റം ഉണ്ടാവും. സോ മൊമെൻറ്റം P എന്ന് പറയുന്നത് P മൈനസ് E ബൈ സി എ ആയിട്ട് മാറും. അതേപോലെ തന്നെ E എനർജി എന്ന് പറയുന്നത് E മൈനസ് ഇ ഫൈ, വേർ ഇ എന്ന് പറഞ്ഞാൽ ചാർജ്, ക്യാപിറ്റൽ ഫൈ എന്ന് പറഞ്ഞാൽ വെക്റ്റർ സ്കെയിലാർ പൊട്ടൻഷ്യൽ. ഓക്കെ, നമ്മൾ ചെയ്യുന്നത് ഡിറാക് ഇക്വേഷൻ്റെ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ആണ്. സോ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഓഫ് ഓൾ കൺസിഡർ ദി ഡിറാക് ഇക്വേഷൻ, ദാറ്റ് ഈസ് ഇ സൈ. ഐ എച്ച് കട്ട് ഡോ സൈ ബൈ ഡോട്ട് ഉണ്ടായിരിക്കും, പക്ഷേ അതിനിവിടെ ഇ സൈ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇ സൈ ഈക്വൽ ടു എന്താണ്? സി ഇൻറ്റു ആൽഫ ഡോട്ട് പി സൈ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ സൈ. ഓക്കെ, സോ ഇവിടെ ഈ ഓൾറെഡി ഉണ്ടായിരുന്ന മൊമെൻറ്റം പി മൈനസ് ഇ ബൈ സി എ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ പി പ്രൈം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ടെക്സ്റ്റിൽ ഇത് സ്മോൾ പിയും ഇത് ക്യാപിറ്റൽ പിയും ആണ്, പക്ഷെ അങ്ങനെ എഴുതാൻ ചിലപ്പോൾ മാറിപ്പോവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു പ്രൈം ഇട്ടിട്ടാണ് ഈ ന്യൂ മൊമെൻറ്റത്തിനെ കാണിച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇ മൈനസ് ഇ ഫൈന് അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്, ന്യൂ എനർജീനെ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ ഇ സൈ ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട് പി സൈ പ്ലസ് ബീറ്റ എം സി. ഇത് ഫസ്റ്റ് ഉള്ളത്, അതായത് പാർട്ടിക്കിൾ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് വന്നിട്ടില്ല, അതായത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ഇക്വേഷനാണ്. സോ ഇതിലെന്തായിട്ട് മാറി? ഇ എന്ന് പറഞ്ഞാൽ ഇ മൈനസ് ഇ ഫൈ ആയിട്ട് മാറി. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇ മൈനസ് ഇ ഫൈ സൈ ഈക്വൽ ടു സി ഇൻറ്റു ആൽഫ ഡോട്ട്, ഇവിടെ പി പ്രൈം ആണ് എടുക്കുന്നത്. ഓക്കെ, ആൽഫ ഡോട്ട് പി പ്രൈം സൈ പ്ലസ് ബീറ്റ എം സി സ്ക്വയർ സൈ. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുക്കുക. ഓക്കെ, സോ എന്താണോ എല്ലാ മെട്രിക്സുകളാണ്. അപ്പോൾ ആൽഫയ്ക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രിക്സ് 0 സിഗ്മ 0 ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ I 0 മൈനസ് ഐ ആണ്. അതുപോലെ തന്നെ സൈനെ എനിക്കങ്ങനെ എഴുതാം, ഫൈ ആൻഡ് കൈ ആയിട്ട് എഴുതിയിരിക്കണം. ഓക്കെ, ഫൈ ആൻഡ് കൈ, വേർ ഫൈ എന്ന് പറഞ്ഞാൽ മെട്രിക്സ് സൈ 1 സൈ 2 ആൻഡ് കൈ ഈസ് മെട്രിക്സ് സൈ 3 സൈ 4. ഓക്കെ, ഇനി ഇവിടെ പി പ്രൈം ഈക്വൽ ടു പി മൈനസ് ഇ ബൈ സി എ ഈസ് ദ വെക്റ്റർ പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഇക്വേഷൻ 1 നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ 1 ഇതാണ്. സോ അതിൽ നമ്മൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇ മൈനസ് ഇ ഫൈ കൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി അല്ലേ. അപ്പം ദാറ്റ് ഈസ് ആൽഫ ഡോട്ട് പി എന്ന് പറഞ്ഞാൽ ഇവിടെ സിഗ്മ ഡോട്ട് പി വരും അല്ലേ. സോ സിഗ്മ ഡോട്ട് പി 0, പി മീൻസ് പി പ്രൈം. ഓക്കെ, പി പ്രൈം ഇൻറ്റു ഫൈ കൈ പ്ലസ് I 0 മൈനസ് ഐ ദെൻ ഫൈ കൈ എം സി സ്ക്വയർ. ഇനി നമ്മൾക്കപ്പോൾ ഇതിന് സോൾവ് ചെയ്ത് 2 ഇക്വേഷൻസ് കിട്ടും അല്ലേ. ഇക്വേഷൻസ് ആണിത്. ഇ മൈനസ് ഇ ഫൈ ഇൻറ്റു ഫൈ, ഇവിടെ നോക്കണം
ഇത് ക്യാപിറ്റൽ ഫൈയും ഇത് സ്മോൾ ഫൈയും ആണ്. ഓക്കെ, ഈ ക്യാപ്സിൽ കൊടുത്തിരിക്കുന്നത് എന്താ, നമ്മുടെ സ്കെയിലാർ പൊട്ടൻഷ്യലാണ്. ഇത് എന്തിൻ്റെ കമ്പോണൻറ്റാണ്, നമ്മുടെ ഫങ്ഷൻ, വേവ് ഫങ്ഷൻ്റെ കമ്പോണൻ്റാണ്. ഓക്കെ, അപ്പം അത് നോക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം കൈ പ്ലസ് സ്മോൾ ഫൈ എം സി സ്ക്വയർ, ഇക്വേഷൻ നമ്പർ 2. ദെൻ ഇ മൈനസ് ഇ ഫൈ കൈ ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ മൈനസ് കൈ എം സി സ്ക്വയർ. രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഇനി ഇതിൽ ഞാൻ പുട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ പ്രൈം പ്ലസ് എം സി സ്ക്വയർ, വേർ ഇ ഈസ് ദ relativistic energy, okay, and E prime is the non-relativistic energy and the rest mass energy mc square. അപ്പം relativistic energy എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി കൂട്ടിയത്, നോൺ റിലേറ്റിവിസ്റ്റിക്കും റെസ്റ്റ് മാസും കൂടി കൂട്ടിയതാണ്. സോ പുട്ട് E is equal to E prime plus mc square. So substitute in equation 3. Okay, so we will get E prime, E is equal to E prime plus mc square, E prime plus mc square minus E phi chi is equal to c into sigma dot p prime phi minus mc square chi. So അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. ഇ പ്രൈം പ്ലസ് എം സി സ്ക്വയർ മൈനസ് ഇ ഫൈ പ്ലസ് എം സി സ്ക്വയർ കൈ, ദാറ്റ് ഈസ് എം സി സ്ക്വയർ കൈനെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നതാണ്. ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ. ഓക്കെ, നമുക്കിന്ന് കൈ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനനുസരിച്ചിട്ട് ആ ഇക്വേഷൻ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. ഇ പ്രൈം പ്ലസ് 2mc സ്ക്വയർ മൈനസ് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 2mc സ്ക്വയർ മൈനസ് ഇ ഫൈ കൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ. സോ അന്ന് കൈ എന്ന് പറഞ്ഞാൽ കൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ, ഇത് സ്മോൾ ഫൈ ആണ്, ഡിവൈഡഡ് ബൈ ഇ പ്രൈം പ്ലസ് 2mc സ്ക്വയർ മൈനസ് ഇ ഫൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഇക്വേഷൻ നമ്പർ 4 ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇതിൽ പുട്ട് ഇ ഈസ് ഈക്വൽ ടു ഇ മൈനസ് എം സി സ്ക്വയർ. അപ്പം ഇവിടെ ഫസ്റ്റ് കേസ് നമ്മൾ ചെയ്തത് കണ്ടോ, ഇ ഈസ് ഈക്വൽ ടു ഇ പ്രൈം പ്ലസ് എം സി സ്ക്വയർ. അപ്പോൾ അതെന്താണ്, പോസിറ്റീവ് എനർജി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഡിറാക് ഇക്വേഷൻ എന്താണ്, അതിൽ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജിയും വരുന്നുണ്ട്, നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി വരുന്നുണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് ഒന്നിനെ അപേക്ഷിച്ച് മറ്റൊന്ന് കൂടുതൽ മറ്റൊന്ന് കുറവെന്നാണ്, അല്ലാതെ നെഗറ്റീവ് സൈൻ അല്ല, നമുക്കറിയാം. ഓക്കെ, സോ ഇവിടെ ഇ ഈസ് ഈക്വൽ ടു ഇ പ്രൈം മൈനസ് എം സി സ്ക്വയർ ആണ്, അതായത് നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് എനർജിയെക്കാട്ടിലും താഴെ. സോ അതാണ് ഇവിടെ നെഗറ്റീവ് എനർജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇക്വേഷൻ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ വി ഗെറ്റ് ഇ പ്രൈം മൈനസ് എം സി സ്ക്വയർ മൈനസ് ഇ ഫൈ ഇൻറ്റു ഫൈ ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി ഖൈ പ്ലസ് എം സി സ്ക്വയർ ഫൈ. അപ്പോൾ ഇവിടെ നമ്മൾ എം സി സ്ക്വയർ ഫൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. സോ ഇ പ്രൈം മൈനസ് 2mc സ്ക്വയർ മൈനസ് ഇ ഫൈ ഇൻറ്റു ഫൈ ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം കൈ വരും. അപ്പോൾ അതിൽ നിന്ന് ഫൈ കിട്ടി. ഫൈ അതായത് ഫൈ എന്ത് വരും, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം കൈ ഡിവൈഡ് ബൈ ഇ മൈനസ് 2mc സ്ക്വയർ മൈനസ് ഇ ഫൈ എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 5 ആയിട്ട് കൊടുക്കണം. ഇത് നാലാമത്തെ ഇക്വേഷൻ നമ്മൾ കൈയുടെയും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റാണ് ചെയ്യുന്നത്, അതായത് വി മച്ച് ലെസ് ദാൻ സി അല്ലേ, ഒരു കേസാണ്. അപ്പോൾ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ചെയ്യുമ്പോൾ വി മച്ച് ലെസ് ദാൻ സി ആണ്. സോ നമുക്ക് ഇവിടെയുള്ള ടേംസുകൾ ഇ പ്രൈം മൈനസ് ഇ ഫൈ, അപ്പോൾ മോഡ് ഇ പ്രൈം മൈനസ് ഇ ഫൈ എന്താണ്, മച്ച് ലെസ് ദാൻ 2mc സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് മോഡ് പി ഈസ് മച്ച് ലെസ് ദാൻ എം സി. ഓക്കെ, സോ വി ഗെറ്റ് കൈ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അപ്പോൾ നമ്മൾ നാലാമത്തെ ഇക്വേഷനിലേക്ക് ഈ ഒരു കണ്ടീഷൻ കൊടുക്കുക, കൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എന്താണ്, സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ ഡിവൈഡഡ് ബൈ 2mc സ്ക്വയർ. ദാറ്റ് ഈസ് ഇ മൈനസ് ഇ ഫൈ ഈസ് മച്ച് ലെസ് ദാൻ എം സി അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ടേമിനെ ഫുള്ളായിട്ട് നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, 2mc സ്ക്വയർ മാത്രം വരും. സിയും ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ സിഗ്മ ഡോട്ട് പി പ്രൈം ഫൈ ഡിവൈഡഡ് ബൈ 2mc വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ ഫൈ. അതായത് ഫൈനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ
ഇതാണ് ഫോർ പോസിറ്റീവ് എനർജി. ഓക്കെ, സോ വി ക്യാൻ, കാരണം ഇക്വേഷൻ 4 നമ്മളെങ്ങനെയാണ് പോസിറ്റീവ് ഈസ് ഈക്വൽ ടു ഇ പ്രൈം പ്ലസ് എം സി സ്ക്വയർ ആണ്, അതുകൊണ്ടാണ് നമുക്കിവിടെ പോസിറ്റീവ് എനർജി എന്ന് പറയാൻ പറ്റുന്നത്. അതെന്നാണ് നമുക്ക് ഇക്വേഷൻ 4 കിട്ടിയത്. അപ്പോൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇക്വേഷൻ 6 കണ്ടുപിടിച്ചത്. അപ്പോൾ ദിസ് ഈസ് ഫോർ പോസിറ്റീവ് എനർജി. എന്താ, കൈ ഈസ് മച്ച് ലെസ് ദാൻ 5. അപ്പോൾ ഇവിടെ സ്മോൾ കമ്പോണൻ്റ് ഏതാണ്, കൈ ആണ് അല്ലേ, കാരണം കൈ ചെറുതാണ് ആരേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ, 5നെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. സോ ഇവിടെ കൈ എന്ന് പറയുന്നത് സ്മോൾ കമ്പോണൻറ്റും അപ്പോൾ ലാർജ് കമ്പോണൻ്റ് ഏതാണ്, 5 ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നെഗറ്റീവ് എനർജിയുടെ കേസ്, അതായത് നമ്മുടെ ഇക്വേഷൻ 5. ഓക്കെ, ഇക്വേഷൻ 5ലും നമ്മൾ എന്ത് ചെയ്യണം, നോൺ റിലേറ്റിവിസ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 5 ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മൈനസ്, ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവുമല്ലോ അവിടെ, കാരണം നമുക്ക് നോക്കാം സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം കൈ ദെൻ ഇ മൈനസ് ഇ 5, ഈ ഒരു ടേമിനെയല്ലേ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തത്, വിച്ച് ഈസ് മച്ച് ലെസ് ദാൻ 2 എം സി സ്ക്വയർ ആണല്ലോ. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ -2, അതാണ് ആ നെഗറ്റീവാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം കൈ ഡിവൈഡ് ബൈ 2 എം സി ഈസ് മച്ച് ലെസ് ദാൻ കൈ. അപ്പോൾ ദിസ് ഈസ് ദ ഇൻ ദ കേസ് ഓഫ് നെഗറ്റീവ് എനർജി എന്താണ്, സ്റ്റേറ്റ്സ് 5 റെപ്രസെൻറ്റ് സ്മോൾ കമ്പോണൻറ്റ്, കാരണം 5 ഈസ് മച്ച് ലെസ് ദാൻ കൈ. അപ്പോൾ ഇവിടെ കൈ എന്ന് പറയുന്നത് ലാർജ് കമ്പോണൻറ്റും 5 എന്ന് പറയുന്നത് സ്മോൾ കമ്പോണൻറ്റുമാണ്. ഈ 5യും കൈയും എന്താ, ഓരോ സ്റ്റേറ്റുകളാണ് അല്ലേ, വേവ് ഫംഗ്ഷൻ്റെ ഓരോ സ്റ്റേറ്റുകളാണ്. psi 1 psi 2 psi 3 psi 4, അപ്പോൾ അതിൻ്റെ ഓരോ സ്റ്റേറ്റുകളാണ് ഈ 5 ആൻഡ് കൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ് ലാർജ് കമ്പോണൻറ്റ്, ഏതാണ് സ്മോൾ കമ്പോണൻറ്റ്. ഇനി ഇക്വേഷൻ 6, അതായത് നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റ് കേസ് നമുക്ക് കൈയും കിട്ടി 5യും കിട്ടി. അപ്പോൾ ഈ 6നെ നമ്മൾ എന്ത് ചെയ്യാണ്, കൈ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 5 ഇൻ 2, ദാറ്റ് ഈസ് നമ്മുടെ ഇക്വേഷൻ 2 എന്തായിരുന്നു, ഇ മൈനസ് ഇ 5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു സി ഇൻറ്റു സിഗ്മ ഡോട്ട് പി, ഇവിടെ പ്രൈം ഉണ്ടായിരിക്കും കേട്ടോ, പ്രൈം കൈ പ്ലസ് എം സി സ്ക്വയർ 5. സോ we get e minus e5 into 5 is equal to c into sigma dot p prime into കൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ കൊടുത്തിട്ടുള്ളത്. കൈയുടെ വാല്യൂ സിഗ്മ ഡോട്ട് പി പ്രൈം 5 ഡിവൈഡഡ് ബൈ 2 എം സി പ്ലസ് എം സി സ്ക്വയർ 5, ഓൾറെഡി ഉള്ള എം സി സ്ക്വയർ 5യും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ മൈനസ് എം സി സ്ക്വയർ 5 is equal to sigma dot p the whole square divided by 2m5 into plus e5 5. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്ത് e5 5നെ ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി, അത്രയേ ഉള്ളൂ. എം സി സ്ക്വയറിനെ ഈ ഭാഗത്തേക്കും കൊടുന്നു. സോ ഇന്ന് ഇ മൈനസ് എം സി സ്ക്വയർ 5 ഈസ് ഈക്വൽ ടു സിഗ്മ ഡോട്ട് പി ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 2m പ്ലസ് e5 ഇൻറ്റു 5. ഇക്വേഷൻ നമ്പർ 8 നമുക്കിതിൽ ഈ സിഗ്മ ഡോട്ട് പി പ്രൈം സ്ക്വയറിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സിഗ്മ ഡോട്ട് പി ദി ഹോൾ സിഗ്മ ഡോട്ട് പി പ്രൈം ദി ഹോൾ സ്ക്വയറിൻ്റെ വാല്യൂ ആക്ച്വലി പി മൈനസ് ഇ എ ഡിവൈഡ് ബൈ ഇ മൈനസ് ഇ എച്ച് കട്ട് ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് ബി ആണ്. അപ്പോൾ അതെങ്ങനെ വന്നെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. സിഗ്മ ഡോട്ട് പി ദി ഹോൾ സ്ക്വയർ എനിക്ക് എങ്ങനെ എഴുതാം, സിഗ്മ ഡോട്ട് പി പ്രൈം ഇൻറ്റു സിഗ്മ ഡോട്ട് പി പ്രൈം എന്ന് എഴുതാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതൊരു ഐഡൻറ്റിറ്റി എന്നാണ് കേട്ടോ വന്നത്, അതായത് ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് പി സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു സിഗ്മ ഡോട്ട് പി ക്രോസ് പി. ഓക്കെ, അപ്പോൾ ഇതിൽ പി ക്രോസ് പി എന്ന് പറഞ്ഞാൽ പി മൈനസ് ഇ ബൈ സി ഇൻറ്റു എ ക്രോസ് പി മൈനസ് ഇ ബൈ സി ഇൻറ്റു എ ആണ്. സോ ദാറ്റ് ഈസ് മൈനസ് ഇ ബൈ സി ഇൻറ്റു എനെ നമ്മൾ പുറത്തേക്ക് എടുത്തെങ്കിൽ ബാക്കി നമുക്ക് എ ക്രോസ് പി പ്ലസ് പി ക്രോസ് എ എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് പി ക്രോസ് എ എന്ന് പറഞ്ഞാൽ എ ക്രോസ് പി പ്ലസ് ഐ എച്ച് കട്ട് ഇൻറ്റു എൽ ക്രോസ് എ, ആ ഒരു ഇത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റി. ദാറ്റ് ഈസ് ഓക്കെ. സോ ദിസ് വിൽ ബിക്കം മൈനസ് ഐ എച്ച് കട്ട് ഇൻറ്റു ഡെൽ ക്രോസ് എ, അതായത് ഈ ഒരു ഐഡൻറ്റിറ്റി വെച്ചിട്ട്. അപ്പോൾ ഇതിൽ ഡെൽ ക്രോസ് എന്ന് പറഞ്ഞാൽ ബി ആണ്, അപ്പോൾ അതാണ് ഈ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് മൈനസ് സി ബൈ സി ഇൻറ്റു ഐ എച്ച് കട്ട് ബി എന്ന് വന്നു, ഈ പി ക്രോസ് പി
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് സിഗ്മ ഡോട്ട് പി എന്ന് പറഞ്ഞാൽ പി മൈനസ് ഇ ബൈ എ ദി ഹോൾ സ്ക്വയർ മൈനസ് ഇ എച്ച് കട്ട് ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് ബി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക സംശയമുള്ളവർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സിഗ്മ ഡോട്ട് ബിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ എട്ടാമത്തെ ഇക്വേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇ മൈനസ് എം സി സ്ക്വയർ 5 is equal to p minus e by a c the whole square minus e h cut by c into sigma dot b into 1/2m ഉള്ളത് പ്ലസ് e minus 5 into 5. ഓക്കെ, ഇവിടെ e minus mc സ്ക്വയറിന് എനിക്ക് ഇ പ്രൈം എന്ന് എഴുതി, കാരണം e minus mc സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ പ്രൈം തന്നെ. അപ്പം നമുക്ക് ഇ പ്രൈം 5 ഈസ് ഈക്വൽ ടു ഈ ടേമുകളുണ്ട് കേട്ടോ. ഈ ടേമിന് അതേപോലെ തന്നെ എടുത്തെഴുതി. ഓക്കെ, അതാണ് ഇവിടെ ഇങ്ങനെ ഡബിൾ കോട്ട്സ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതുണ്ട്, ഈ ടൈം തന്നെയാണ് ഈ പ്രൈം 5. സോ നമുക്ക് ഈനെ നമുക്ക് ഐ എച്ച് കട്ട് ഡോ ബൈ ഡോട്ട് എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഐ എച്ച് കട്ട് ഡോ 5 ബൈ ഡോട്ട് നമുക്ക് അതിന് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, ഐ എച്ച് കട്ട് ഇൻറ്റു ഡോട്ടി 5 ഇങ്ങനെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അപ്പോൾ അതും എഴുതാം. ടെക്സ്റ്റ് അങ്ങനെയാണ് നൊട്ടേഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഐ എച്ച് കട്ട് ഡോട്ടി 5 ഈസ് ഈക്വൽ ടു 1/2m ഇൻറ്റു പി മൈനസ് ഇ എ ബൈ സി ദി ഹോൾ സ്ക്വയർ മൈനസ് ഇ എച്ച് കട്ട് ബൈ സി ഇൻറ്റു സിഗ്മ ഡോട്ട് ബി. ഈ ഒരു ടേം പൊട്ടൻഷ്യൽ എനർജി അസോസിയേറ്റഡ് വിത്ത് എ മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഓക്കെ, സോ പ്ലസ് E5 ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു 9. അപ്പം സോറി 5 അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 9 ആയിട്ട് കൊടുക്കുക. അതാണ് നമ്മുടെ നോൺ റിലേറ്റിവിസ്റ്റിക് ഇക്വേഷൻ ഓർ ദ നോൺ റിലേറ്റിവിസ്റ്റിക് ലിമിറ്റ് ഓഫ് ഡിറാക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് പോളീസ് ഇക്വേഷൻ ഫോർ ഇലക്ട്രോൺ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ എം അതായത് ഇ എച്ച് കട്ട് ബൈ 2mc ഇൻറ്റു സിഗ്മ എം അതായത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ആണ്. സോ ഇ എച്ച് കട്ട് ബൈ 2mc എന്താണ്, ബോർ മാഗ്നറ്റോൺ മ്യൂ ബി ഇൻറ്റു സിഗ്മ എന്ന് എഴുതാം. ഓക്കെ, ഈ സിഗ്മയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും ഏത് ഡയറക്ഷനിലായിരിക്കും, ഒന്നുകിൽ +1 അല്ലെങ്കിൽ -1 ആയിരിക്കും അലോങ് ഏത് ഡയറക്ഷനും. ഓക്കെ, അപ്പം എന്താണ് അതിപ്പോൾ നമ്മൾ തിയററ്റിക്കലി കണ്ടുപിടിച്ചൊരു വാല്യൂ അല്ലേ. അപ്പം ഒബ്സർവ്ഡ് ആയിട്ടുള്ള വാല്യൂ and mu b is the Bohr magneton. So these result agree with the observed magnetic moment of electron. അപ്പോൾ ഡിറാക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണെന്ന് കിട്ടി. നമ്മൾ ഡിറാക് തിയറി വെച്ച് ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണല്ലോ ഈ എം എന്ന് പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ. അപ്പം നമുക്ക് മനസ്സിലായി ഡിറാക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആണ്, ഹാഫ് സ്പിൻ ആണെന്നൊക്കെ മനസ്സിലായി. ഓക്കെ, ഇപ്പം ഒബ്സർവ്ഡ് എം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സെറ്റ്, അത് നമ്മൾ കൺവെൻഷൻ എടുക്കുന്ന ഡയറക്ഷൻ സെറ്റ് ആണ്. അപ്പോൾ എം സെറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് മ്യൂ ബി ആണ്, കാരണം ഇവിടെ സിഗ്മയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 ആണ്. അപ്പം നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ കണ്ടതും അതേപോലെ തന്നെ തിയററ്റിക്കലി നമ്മൾ ഡിറാക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കിട്ടിയതും ഏകദേശം സെയിം വാല്യൂ അല്ലേ. അപ്പോൾ അത് ഡിറാക് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്, ഇലക്ട്രോൺസ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ, പിന്നെ ഇലക്ട്രോണിൻ്റെ ഇ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് അതിൻ്റെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും. അപ്പം നമ്മുടെ സ്പിന്ന് എന്ന് പറയുന്നത് എം ഡൈപോൾ മൊമെൻറ്റ് ആൻറ്റി പാരലൽ ആയിരിക്കും, സ്പിന്നിന് ആൻറ്റി പാരലൽ ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പോസിറ്റീവ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇലക്ട്രോൺസ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജി കറസ്പോണ്ടിങ് ആയിട്ട് പോസിട്രോൺസും ഉണ്ടാവും. ഓക്കെ, നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്കറിയാം ഓൾറെഡി ഇലക്ട്രോൺസും പോസിട്രോൺസും. ഓക്കെ, പക്ഷേ ഡിറാക് അത് പറഞ്ഞിട്ടൊന്നുമില്ല, ഇലക്ട്രോൺസിൻ്റെ വരെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളൂ.